ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് ഇപ്പൊ ആ ഒരു ടാസ്ക് അവസാനിച്ചതിന് ശേഷം ജിസേലും അപ്പനി ശരത്തും അതേപോലെ തന്നെ അക്ബറും എല്ലാവരും കൂടി ഇരിക്കുവാണ് ആ ഒരു ബീം ബാങ്കിന്റെ ആ ഒരു ഏരിയയില്. അപ്പൊ ജിസേല് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ദുഃഖിയായിട്ടിരിക്കുന്നത്? നിങ്ങൾ എന്താണ് ആ ഒരു ടാസ്കിന്റെ സമയത്ത് ലേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയത്? നിങ്ങൾ ഒത്തിരി സമയം പോയല്ലേ നിങ്ങളുടെ എന്നൊക്കെയുള്ള രീതിയിൽ ജിസേല് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അപ്പാനി ശരത്ത് പറയുന്നു, കുറെ തുരുമ്പിച്ച കീ ആണ് എനിക്ക് കിട്ടിയത്, അതായിരുന്നു ഫിറ്റ് ആവുന്നില്ലായിരുന്നു. അപ്പോൾ ആരോ ഒരാൾ പറയുന്നുണ്ട്, ആ കീയുടെ കീ ഹോൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണ്ട എടുക്കാനായിട്ട്. അപ്പൊ പനിശരത്ത് പറഞ്ഞു, ഞാൻ നോക്കിയിട്ടാണല്ലോ എടുത്തത്, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലായിരുന്നു, തുരുമ്പായിരുന്നു മിക്ക താക്കോലിനും. അപ്പൊ ഇതെനിക്ക് തോന്നുന്നത് ഇത് ബോസണ്ണം തന്നെ ഒപ്പിച്ചൊരു കുത്തിത്തിരിപ്പാവാനായിട്ടുള്ള സാധ്യതകളാണ് കൂടുതലും. കാരണം ഓരോരുത്തരുടെയും കണ്ടെയ്നർ ശ്രദ്ധിച്ചാൽ അവത്തേല് പേര് എഴുതിയിട്ടുണ്ട്. ഓരോ കണ്ടസ്റ്റൻസിനെ 6 പേരുടെയും പേര് എഴുതിയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആണ് ബിഗ് ബോസ് എല്ലാവർക്കും കൊടുത്തത്. അപ്പൊ അനീഷിന്റെ കണ്ടെയ്നറിൽ അനീഷ് എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ കണ്ടെയ്നറിന്റെ മാത്രം തുരുമ്പിച്ച താക്കോല് വരാൻ ബിഗ് ബോസ് അറിയാതെ അത് അങ്ങനെ വരത്തില്ല. വേറെ ആരുടെയും കണ്ടെയ്നറിൽ ഇങ്ങനെ തുരുമ്പിച്ച കീ ഉണ്ടായിരുന്നു ആരും അവിടെ പറയുന്നത് കേട്ടില്ല ഇതുവരെ. ഇനി കേൾക്കുമോന്ന് അറിയില്ല. എന്തായാലും അനീഷിന്റെ ആ ഒരു ബോക്സിന് അത് മാത്രം തുരുമ്പിച്ച കീ ഇട്ടതായിരിക്കാനാണ് സാധ്യതകൾ കൂടുതലും. കാരണം അപ്പാനിശരത്ത് ഇത് എടുത്ത് പറയുന്നുണ്ട്. ലൈവ് പ്രേക്ഷകർ ഇത് ശ്രദ്ധിച്ചു കാണും എന്ന് ഓർത്തിട്ടായിരിക്കാം പുള്ളി പറഞ്ഞു. നെഗറ്റീവ് വെറുതെ വാരി കൂട്ടണ്ടെന്ന് ഓർത്തിട്ടായിരിക്കാം. ഈ ഒരു ടാസ്കില് അനീഷിന് വേണ്ടി അനുമോള് ശേഖരിച്ചത് 3 കോയിൻ ആണെന്ന് ആണ് അറിഞ്ഞത്. അനീഷിന് ഒരു രീതിയിലുള്ള റിഗ്രറ്റും ഇല്ല. നല്ല രീതിയിൽ തന്നെ ഇവർ കളിച്ചു എന്നൊരു അഭിപ്രായത്തിലാണ് അനീഷും. അവരോട് നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. നിങ്ങൾ ഒരു രീതിയിലും ഭയപ്പെടേണ്ട, നിങ്ങൾ നല്ലപോലെ കളിച്ചു എന്നൊക്കെയാണ് അപ്പാനിശരത്തിനോട് പറഞ്ഞത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.